ഫൗണ്ടേഷൻ ഓഫ് ലൈഫ് സ്റ്റാർട്ട്സ് വിത്ത് ന്യൂട്രീഷൻ. ഒരു കുഞ്ഞിൻ്റെ ഫൗണ്ടേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ആദ്യത്തെ 1000 ഡേയ്സിനെയാണ്. ഈ ആദ്യത്തെ 1000 ദിവസങ്ങളാണ് കുഞ്ഞിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് ഏകദേശം ഒരു 75% കൂടുതൽ വളരുന്ന സമയമാണ് ഈ 1000 ഡേയ്സ്. കുഞ്ഞിന് ഗർഭം ധരിക്കുന്നത് മുതൽ കുഞ്ഞിന് 2 വയസ്സ് ആകുന്നത് വരെയുള്ള ആ ഒരു ടൈം പീരീഡാണ് 1000 ഡേയ്സ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ 1000 ഡേയ്സിനെ നമ്മൾ മെയിനായിട്ട് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് കുഞ്ഞിന് കൺസെപ്ഷൻ തൊട്ട്, അതായത് ഗർഭധാരണം തൊട്ട് കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ള ആ ഒരു ടൈം പീരീഡ്, അതായത് പ്രഗ്നൻസി ടൈം. സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം, അതായത് കുഞ്ഞിൻ്റെ ബർത്ത് തൊട്ട് കുഞ്ഞിന് 6 മാസം വരെ ഉള്ള ആ ഒരു ടൈം പീരീഡ്. തേർഡ് സ്റ്റേജ് 7th മന്ത് തൊട്ട് കുഞ്ഞിന് 2 വയസ്സാവുന്നത് വരെയുള്ള ആ ഒരു ടൈം പീരീഡ്. ഇങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, അങ്ങനെ 3 നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജ് നോക്കുകയാണെങ്കിൽ, അതായത് കുഞ്ഞിന് ഗർഭം ധരിക്കുന്ന സമയം തൊട്ട് കുഞ്ഞിന് ബർത്ത് വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നത് അമ്മയുടെ പ്ലാസെൻറ്റയിലൂടെ ആയിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും നമ്മൾ ആൻറ്റിനേറ്റൽ സ്കാൻ വഴിയും ഗ്രോത്ത് സ്കാൻ വഴിയും അസസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ്, ഫോളിക് ആസിഡ്, അയൺ, കാൽഷ്യം സപ്ലിമെൻറ്റ്സ്, ഇതൊക്കെ റെഗുലറായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട്സ് വിത്ത് ബർത്ത്. കുഞ്ഞ് ജനിക്കുന്ന സമയം തൊട്ട്, അതായത് കുഞ്ഞിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എല്ലാം മുലപ്പാലിലൂടെ ലഭിക്കും. അതുകൊണ്ട് കുഞ്ഞിന് വേറെ ഫുഡ് തപ്പി നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അത് നാച്ചുറലാണ്. അതുപോലെ തന്നെ അതിലാവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും ഉണ്ടാവും. അമ്മയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പോലും അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ബ്രസ്റ്റ് മിൽക്കിൽ പ്രൊഡ്യൂസ് ചെയ്യും. അത് കുടിക്കുന്നത് വഴി കുഞ്ഞിന് ഇമ്മ്യൂൺ റെസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ലോകാരോഗ്യ സംഘടന പറയുന്നത് നവജാത ശിശുക്കൾക്ക് ആദ്യത്തെ 6 മാസം വരെ മുലപ്പാൽ മാത്രമേ നൽകാവൂ എന്നാണ്. മുലപ്പാലിൻ്റെ അകത്ത് കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും ഉണ്ട്. അഡീഷണലായിട്ട് നമ്മൾ വൈറ്റമിൻ D3 ഡ്രോപ്സ്, അത് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നുള്ളൂ. അതല്ലാതെ മറ്റൊന്നും ആദ്യത്തെ 6 മാസം വരെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ തേർഡ് സ്റ്റേജിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. തേർഡ് സ്റ്റേജ് ആദ്യത്തെ 7ാം മാസം തൊട്ട് കുഞ്ഞിന് 2 വയസ്സാവുന്നത് വരെയുള്ള ആ ഒരു ടൈമാണ് തേർഡ് സ്റ്റേജ് നമ്മൾ പറയുന്നത്. ഈ തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് മറ്റുള്ള കോംപ്ലിമെൻ്ററി ഫുഡുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിനൊപ്പം തന്നെ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യും. ജോലിക്ക് പോകുന്ന അമ്മമാർ പോകുന്ന ടൈമിൽ ഫീഡിങ് കഴിഞ്ഞ് ബാലൻസ് ഉള്ള മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പോകും. അത് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് കൈകൊണ്ട് എക്സ്പ്രസ് ചെയ്യാം, അതല്ലെങ്കിൽ ബ്രസ്റ്റ് പമ്പ് വഴി എക്സ്പ്രസ് ചെയ്യാം. അത് ഒരു 48 hours കേടുകൂടാതെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരുന്നോളും. കുഞ്ഞിന് കൊടുക്കുന്നതിന് മുന്നേ ആവശ്യമുള്ള പാൽ ഒരു ഗ്ലാസിൻ്റെ അകത്തേക്ക് എടുക്കുക. അത് ചൂടുവെള്ളത്തിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. കുഞ്ഞിൻ്റെ ബോഡി ടെമ്പറേച്ചറിലാവുമ്പോൾ നമുക്കത് കുഞ്ഞിന് കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജോലിക്ക് പോയി കഴിഞ്ഞാൽ, ചിലപ്പോൾ രാവിലെ ജോലിക്ക് പോകും, നൈറ്റിലായിരിക്കും അല്ലെങ്കിൽ ഈവനിങ് ആയിരിക്കും ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഏകദേശം ചിലപ്പോൾ ഒരു 8 hours ഒക്കെ ഗ്യാപ്പ് വരാറുണ്ട്. ഈ 8 hours നിങ്ങൾ പാല് എക്സ്പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 ആഴ്ചയ്ക്കകം ബ്രസ്റ്റ് മിൽക്കിൻ്റെ സപ്ലൈ നന്നായിട്ട് കുറഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ജോലിക്ക് പോവുകയാണെങ്കിലും ബ്രസ്റ്റ് ഫീഡിങ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ സപ്ലൈ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും പ്രോപ്പറായിട്ടുള്ള എക്സ്പ്രഷനിലൂടെ. പിന്നെ കുഞ്ഞിന് 1 വയസ്സ് മുതൽ നമ്മൾ അഡൽട്ട് കഴിക്കുന്ന രീതിയിൽ തന്നെ ഫുഡുകൾ കൊടുത്തു തുടങ്ങാം. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് ഒരു 2 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ആദ്യത്തെ 2 വയസ്സിലാണ് കുഞ്ഞിൻ്റെ എല്ലാ വളർച്ചയും വികാസങ്ങളും എല്ലാം ഫാസ്റ്റായിട്ട് നടക്കുന്ന ടൈം പീരീഡാണ്. അപ്പോൾ അമ്മമാർക്ക് ഒത്തിരി സ്ട്രെസ്സ് കൂടുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇമോഷണലി അവർ ഒത്തിരി ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥകളാണെങ്കിൽ, അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല, ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കും അത് ഇൻഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 1000 ഡേയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അമ്മമാർ മാത്രം വിചാരിച്ചാൽ പോരാ, വീട്ടിൽ നിന്നൊരു ഫാമിലി സപ്പോർട്ടും കൂടിയേ തീരൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മിടുക്കരായിട്ട് വളർത്തി വലുതാക്കാനായിട്ട് സാധിക്കും.